അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ടു അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് മൈ യൂട്യൂബ് ചാനൽ. കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കാണിക്കുന്നത് ഞങ്ങളുടെ കോളേജിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ പോയ ഈ ഫ്ലഡ്സൊക്കെ വന്നപ്പോഴേക്കും ആ റോഡ് മൊത്തം തകർന്നു. ഇതിലേക്കൂടെ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇതൊക്കെ ഇപ്പം പൊളിച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴി വണ്ടിയൊന്നും പോകാത്തതുകൊണ്ട് വണ്ടി അടുത്തൊരിടത്ത് നിർത്തിയിട്ട് കോളേജിലോട്ട് നടന്ന് പോവുകയാണ്. അപ്പോൾ വിസ്താരമുള്ള റോഡ്, മറ്റേത് വണ്ടികളുടെയും ബസ് ഭയങ്കര തിരക്കുള്ള ഒരു റോഡാണ്. ഈ ഒരു ടിപ്പ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് ഒരു പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചെയ്ത് നോക്കാം. എന്താണെന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഈ സ്വിച്ച് ബോർഡൊക്കെ കാണാമല്ലോ, ഇങ്ങനെ അഴുക്ക് പിടിച്ച് കിടക്കുമ്പോഴേക്കും നമുക്ക് ഈ നനഞ്ഞ തുണി വെച്ചിട്ടോ അങ്ങനെയൊന്നും നമുക്കത് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു തുണിയിലോ എന്തെങ്കിലും കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ഇതാ നോക്കി വെറുതെ ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുത്താൽ അത് നല്ല വൃത്തിയായിട്ട് അതിലിരിക്കുന്ന അഴുക്കും കാര്യങ്ങളുമൊക്കെ പോയി. കണ്ടോ എന്ത് ഭംഗിയായിട്ട് നമുക്ക് ഒരു പേടിയും കൂടാതെ പെട്ടെന്ന്. മറ്റേത് ഈ നനഞ്ഞ തുണിയൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഈ ഷോക്കിൻ്റെ പ്രശ്നമോ അങ്ങനെ പല ബുദ്ധിമുട്ടും നമുക്ക് പേടിയൊന്നും കൂടാതെ ഇത് നല്ലോണം ജസ്റ്റ് ഒന്ന് തുടച്ച് നന്നായിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് തുടച്ചെടുത്ത് കൊടുത്താൽ ഇത് നല്ലവണ്ണം വൃത്തിയാകും. നമുക്ക് ഭയമില്ലാതെ ഇത് കണ്ട് ഇതിലിരിക്കുന്ന എല്ലാ കറകളും അഴുക്കുകളും ഒക്കെ ഇതൊന്ന് അമർത്തി ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഈ ഇപ്പം അടുക്കളയിലൊക്കെ കാണുമ്പോഴേക്ക് ഈ എണ്ണമയമൊക്കെ കലർന്നിരിക്കും സ്വിച്ച് ബോർഡിലൊക്കെ. അപ്പം ഇത് കണ്ടോ, ഇത് മുഴുവനായിട്ട് നമുക്ക് ഒന്ന് തുടച്ചെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി നമ്മൾ പെട്ടെന്ന് തന്നെ ഇതെടുക്കാനായിട്ട് സാധിക്കും. ഇതിന് അധികം സമയമൊന്നും വേണ്ട. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി രാത്രിയിലുള്ള ഒരു റൈഡിന് പോയത്, അതിൻ്റെ ഒരു കാഴ്ചയാണിത്. റോഡൊക്കെ രാത്രിയിലാകുമ്പോൾ ഭയങ്കര പ്രകാശവും വെളിച്ചവും ഒക്കെ ആയിരിക്കും. അപ്പോൾ രാത്രിയിൽ യാത്ര ചെയ്തിട്ട് വന്നപ്പോൾ കുറച്ച് താമസിച്ചു പോയി. അതുകൊണ്ട് ഞാൻ വന്നിട്ട് അടയാർ ആനന്ദ ഭവൻ ഹോട്ടലിൽ നിന്നും നല്ല മസാല ദോശയും ഒരു പറോട്ടയും ചപ്പാത്തിയൊക്കെ വാങ്ങി നല്ല കുശാലായിട്ട്, അത് വളരെ രുചിയാണ്. അതിൻ്റെ വാസന കാരണം അതിൻ്റെ അടുത്ത് എങ്ങും നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പം മസാല ദോശയൊക്കെ അങ്ങനെ വാഴയിലയിലൊക്കെ പൊതിഞ്ഞ് ഇങ്ങനെ വരുന്നത് കാണുമ്പോഴേക്കും നമ്മൾക്ക് തന്നെ അങ്ങനെ കൊതിയായിട്ടിരിക്കും. പിന്നെ നല്ല കറി, സൈഡ് ഡിഷൊക്കെ അടിപൊളിയാണ് നമ്മുടെ പറാട്ടയുടെ. അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ നല്ല ഇതായിട്ടാണ് കിട്ടുന്നത്. ഇത് തിരുവനന്തപുരത്ത് നിന്നും എൻ്റെ ചേച്ചി അയച്ചു തന്നാണ്. അപ്പോൾ അവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വന്നിട്ട് ഈ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചും ഉത്സവത്തിൻ്റെ ഇതുമൊക്കെ ആയിട്ട് നല്ല ആഘോഷവും ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അവിടെ ദേവീ ക്ഷേത്രങ്ങളൊക്കെ അറിയാലോ. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് പൊതുവേ കേരളത്തിൽ ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉത്സവമൊക്കെ നടക്കുന്ന കാഴ്ച ഞാൻ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ഉള്ളപ്പോൾ ഒരിക്കലും ഇത് കാണാനായിട്ടോ പോകാനായിട്ടോ മുടക്കാറില്ല. ഇത് വന്നിട്ട് മോള് കുറച്ച് ചെടിയുടെ കൃഷിയിലൊക്കെയാണ്. അപ്പോൾ പല അനിയത്തിമാരും അവരുടെ ഈ തോട്ടങ്ങളും അടുക്കള കൃഷി, മലക്കറിയുടെ ഒക്കെ കൃഷി ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചേമ്പിൻ്റെ ഇതൊക്കെ ചെയ്ത് മാറ്റി നടുകയും, നമ്മുടെ ടൈനിയുടെ മോനാണെങ്കിൽ അവന് വെപ്രാളാണ്. നമ്മൾ എന്തായി ചെയ്യുന്നതെന്ന് അവന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ അത് കൂടെ ഓടി വന്ന് അവൻ എന്ത് നടക്കുകയാണെങ്കിലും അവനതൊക്കെ അറിയണം. അപ്പോൾ അത്രയ്ക്ക് ആകാംക്ഷയാണ്. അപ്പോൾ അവനെ കളിപ്പിക്കാനായിട്ടാണെന്ന് ആദ്യം വിചാരിച്ച് ഇലയൊക്കെ കടിച്ച് കീറാനൊക്കെ നോക്കിയപ്പോഴേക്ക് ഞാൻ അതിനെ സമ്മതിച്ചില്ല. അപ്പോൾ അത് കുറച്ച് കൂർക്ക കിഴങ്ങും പിന്നെ പച്ചമുളകും ഒക്കെ ഈ ഗ്രോ ബാഗ് ഒക്കെ വെച്ചിട്ട് മണ്ണൊക്കെ നിറച്ച് ഇതിൻ്റെ കൃഷി പരിപാടിയിലൊക്കെ ആയിരുന്നു. അപ്പം ഒഴിവ് സമയം കിട്ടുമ്പോഴാണ് സാധാരണ ഇതൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പോലെ വിസ്താരമുള്ള പുറം ഇതൊന്നും യാർഡോ മുറ്റമോ ഒന്നും ചെന്നൈയിലില്ല. ഇവിടെ കുറച്ച് മുറ്റം കിട്ടുന്നത് തന്നെ വീടുകൾക്കൊക്കെ വലിയ പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത്രയ്ക്കും ഈ ഒരുപാട് വീടുകളും കുറച്ച് സ്ഥലങ്ങളിൽ, ഇവിടെ ഈ ഒരു ഗ്രൗണ്ട് 5.5 സെൻറ്റ് ഒരു ഗ്രൗണ്ടിലാണ് സാധാരണയായിട്ട് വീടുകളൊക്കെ പണിയാറുള്ളത്. അപ്പോൾ നമ്മൾ വീട് കുറച്ച് വലുതാകുമ്പോഴേക്കും മുറ്റമൊക്കെ ഒരു വിധത്തിൽ കുറച്ച് കാണുകയുള്ളൂ. അപ്പോൾ ആ കിട്ടുന്ന മുറ്റത്തൊക്കെ എല്ലാവരും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് കൃഷികളും കാര്യങ്ങളൊക്കെ അതിനകത്താണ് ചെയ്യാറുള്ളത്.
അപ്പോൾ ഇവിടെ കുറച്ച് പൂച്ചെടികൾ, ഇങ്ങനത്തെ കുറച്ച് മലക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി വരുന്ന ആഴ്ചയിൽ അടുത്ത പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല നല്ല കമൻസൊക്കെ അയക്കുന്നുണ്ട്, അതെല്ലാം ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ ഇത് തന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് രാത്രി ഏതാണ്ട് ഒരു 12-12:30 സമയം ഒത്തു വരുന്നത് ആണെങ്കിൽ എല്ലാവരുടെയും വീഡിയോസ് അന്നത്തത് കണ്ട് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി കിടക്കാറുള്ളൂ. ചിലപ്പോൾ അടുത്ത ദിവസമൊക്കെ ആയിരിക്കും കമൻറ്റ് മറുപടി അയക്കാനും നിങ്ങളുടെയൊക്കെ വീഡിയോസിനുള്ള കമൻറ്റൊക്കെ അയക്കാനും എനിക്ക് സമയം കിട്ടാറുള്ളൂ. പിന്നെ ഞാൻ വീഡിയോസ് മുഴുവനും കാണാറുണ്ട്, കണ്ടിട്ട് ഞാൻ കമൻറ്റ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഈ നമ്മളെപ്പോഴും ആദ്യം ഇത് കുറച്ച് സമയം നോക്കിയിട്ട് കമൻ്റ് ഇട്ട് പോകുന്നതിൽ കാര്യമില്ല. കാരണം നിങ്ങൾക്കും അതുകൊണ്ട് വാച്ച് അവേഴ്സൊന്നും കൂടുതൽ കിട്ടാറില്ല. അപ്പോൾ ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതും ഒന്ന് നിങ്ങൾ പോയി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തുടർന്നും കാണുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും വളരെ നന്ദി.